രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. 2-3 ദിവസമായിട്ട് ചില ബ്ലോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു യൂട്യൂബറാണ്, ഇല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ജീവിതത്തിൽ കയറി ഇടപെടാനായിട്ടുള്ള ഒരു അധികാരം നമുക്ക് ആരും തന്നിട്ടില്ല. അച്ഛന്റെ BP കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ഔട്ട് ആയിട്ടുണ്ട്. അച്ഛൻ എടുക്കുന്ന ടാബ്ലറ്റ്സിന് ഇപ്പൊ ഒരു കണക്കില്ല. കാരണം എങ്ങനെ? കംപ്ലീറ്റ് സൈബർ അറ്റാക്ക് അല്ലേ, എല്ലാ രീതിയിലും സൈബർ അറ്റാക്ക്. അതൊരു ബിഷപ്പാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. 2 ദിവസത്തിന് മുന്നേ രേണുസുതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കീമോ എടുക്കുന്നതിന് ഏകദേശം 2 ലക്ഷം രൂപ ചെലവാണെന്നായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ആൾക്കാരുടെ വോയിസുകൾ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രേണുവിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് രേണുവിൻ്റെ ചേച്ചി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി രേണു ഏത് മെഡിസിനാണ് എടുക്കുന്നതെന്നുൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും വിത്ത് ബില്ല് എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. രേണുസുതിയെ പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. രേണുവിനെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാര്യം സോഷ്യൽ മീഡിയയിൽ രേണു കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രേണു തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇപ്പോഴും രേണുവിന് ഇത്രയും അസുഖമായിട്ട് പോലും ആ ഒരു വെറുപ്പ് തന്നെയാണ് പല ആൾക്കാരുടെയും മനസ്സിൽ രേണുവിനോടുള്ളത്. അതൊരു വളരെ സത്യമാണ്. ഇപ്പം ഞാൻ രേണുവിന് ക്യാൻസർ ആണ് എന്ന് ഉറപ്പ് വരുത്തിയ അന്ന് തൊട്ട് ഞാൻ രേണുവിനെ പറ്റിയിട്ട് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. ഗുണമായാലും ഞാൻ ചെയ്തിട്ടില്ല, ദോഷമായാലും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ എനിക്ക് കണ്ട സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാര്യം എപ്പോഴും നമ്മൾ കിടന്ന് കുറ്റം പറഞ്ഞിട്ട് പറയാനുമില്ല. ഒരാൾ വീണ് കിടക്കുമ്പോഴല്ല അയാളെ കിടന്ന് ചവിട്ടേണ്ടത്. അത് വളരെ തെമ്മാടിത്തരമാണ്. കാര്യം ഇന്നലെ ഈ രേണുവിൻ്റെ ചേച്ചി രമ്യ അവർ ബില്ലൊക്കെ എടുത്ത് വെച്ച് പുറത്ത് വിട്ട സമയത്ത് ബില്ലും വ്യാജമാണ്, ബില്ലിനകത്ത് കൈ പൊത്തിപ്പിടിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് ഈ ആൾക്കാർ വിളിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ ആൾക്കാരുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കണം. ഞാനൊരു യൂട്യൂബേഴ്സിനെയും കുറ്റം പറയുന്നതല്ല, പക്ഷേ കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് ഈ രേണു അങ്ങ് ചത്തു പോകണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നാളെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് എനിക്കറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. അവർക്ക് സുഖമില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുമാത്രമല്ല, രേണുവിൻ്റെ ചേച്ചി കാണിക്കുന്ന മെഡിസിൻസും സത്യമാണ്. നിങ്ങൾക്ക് ആരോടെ വേണമെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുമോ? ഇത്രയും പൈസ ഇല്ലല്ലോ, ചെറിയ പൈസ മതിയല്ലോ. നീയൊക്കെ പനിക്ക് കൊണ്ടുപോയി കാണിക്കുന്ന കണക്കാണോ ക്യാൻസറിന് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? യാതൊരു ബോധവും വിവരവും ഇല്ല നിനക്കൊന്നും, അറിയാൻ മേലായിട്ട് ചോദിക്കുക. എന്നിട്ട് പറയാം സർക്കാരിൻ്റെ ചിലവിൽ ഇത്രയും പൈസ വരത്തില്ല, സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടും. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാം 6-7 മാസം എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. ഒരു ബോധമില്ല നിനക്കൊന്നും, അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. ഒരു മര്യാദ വേണം. ആ സ്ത്രീ കാണിക്കുന്ന പല വിഷയത്തിനകത്തോട്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തികളിനകത്തോട്ടൊന്നും ഒട്ടും എനിക്ക് യോജിപ്പില്ലായിരുന്നു. സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുക നോക്കിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിൽ കണ്ടൊരു സാധനമാണ്. പക്ഷേ ഇത്രയും സുഖമില്ലാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവരെ പറ്റി പിന്നെയും പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതിൽ സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ചില ബ്ലോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ രേണുവിന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റോ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറേ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടിയെന്നും, പിന്നെ ഞാനും ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് അത്രയും മെഡിസിന് വിലയായിട്ടില്ല. രേണു ഇത് എല്ലാ ക്യാൻസറും ഒരേപോലെ അല്ല. ഓരോ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അനുസരിച്ച് അത്യാവശ്യം സീനാണെന്ന് തന്നെയാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പം അത്രയും കാര്യം ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഈ ക്യാൻസർ ബാധിച്ച എല്ലാ ആൾക്കാരും ഇപ്പം രേണു ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട് എപ്പോഴും കിടക്കുന്നു പറയുന്നത്. ചില ആൾക്കാർ അങ്ങനെ കിടക്കണമെന്നില്ല. ചില ആൾക്കാർ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ഇപ്പോൾ ചില ആൾക്കാരുടെ എങ്ങനെയായിരിക്കും അവരുടെ ബോഡി റിയാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ രേണുവിനെ സംബന്ധിച്ച് ഏകദേശം 10-35 കിലോയേ ഉള്ളൂ. ഈ ഒരു ബോഡിയിൽ കീമോ ഒക്കെ എടുത്ത് സുഖമായിട്ട് വരുവാന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ മെൻ്റൽ സ്റ്റേറ്റാണ്. അത് നമ്മൾ മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. നമ്മൾ ഓക്കെ ആവും, നമുക്കൊരു കുഴപ്പം പറ്റുന്നില്ല. രേണുവിൻ്റെ ഒരു കുഴപ്പം പറ്റാതെ രേണു നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തിരിച്ച് വരട്ടെ. പക്ഷേ രേണുവിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നതിനകത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. മേ ബി ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർക്ക് മേ ബി എന്നെ അവിടെ ദേഷ്യം കാണുമായിരിക്കും, തെറി വിളിക്കാനായിട്ട് ഉദ്ദേശം കാണുമായിരിക്കും, കമൻറ്റ് ബോക്സിലെല്ലാം കാണുമായിരിക്കും. ബിക്കോസ് രേണു തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഐ മീൻ തെറ്റുകൾ ഇൻ ദ സെൻസ് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കുറേ അപരാധങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം വരണം, ഇവർ സമൂഹത്തിൽ നിന്ന് തന്നെ ഇവരെ തുടച്ചു മാറ്റണം? അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. രേണു കാണിക്കുന്നത് നമ്മൾ എടുത്തു വെച്ച് വിമർശിച്ചിട്ടുണ്ട് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ. രേണുവിനെ തെറി വിളിക്കാനും പച്ച പൊരുത്തം വിളിക്കാനും എന്നുള്ള രീതിയിലൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. പക്ഷേ രേണുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷന് അത് എടുത്തു വെച്ചിട്ട് അത് പിന്നെയും അവരെ ദ്രോഹിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാൻ അവരെ പറ്റി ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ്. ഒരു വട്ടം അവരെ പറ്റി നല്ലത് വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞിട്ട് എനിക്കിവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രോഗം വരെ കള്ളത്തരവാന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായി ഇവര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പോലും തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ ഇതിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മളിപ്പോൾ ഈ ബ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവളുടെ രോഗം എത്രയും വേഗം ഭേദമാകാൻ വഴിപാട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാര്, നേർച്ച നേരുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മാത്രമാണ്, അവർക്കൊന്നും ഇതൊന്നും സത്യാവസ്ഥ ബോധ്യമാകണം, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഈ മെഡിസിനെ പറ്റിയിട്ടും കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഈ മെഡിസിൻ ഇതിനെക്കാട്ടിയും വില കുറച്ച് കിട്ടും, ഇതിനൊന്നും ഇത്രയും പൈസ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് എത്രയോ പൈസ ആയിക്കോട്ടെ, ഇനി മേ ബി അവരിനി കള്ളം പറഞ്ഞായിക്കോട്ടെ, അങ്ങനെ പറഞ്ഞല്ല ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവുന്നു, അവരങ്ങനെ പറഞ്ഞായിക്കോട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, ഉള്ള കാര്യം പറയാമല്ലോ. എങ്ങനെയെങ്കിലും അവർ ആ ഒരു കിടക്കയെ നിന്നിട്ട് നല്ല രീതിയിൽ അവർ ആക്റ്റീവായിട്ട് വരട്ടെ. അവർക്ക് തിരിച്ച് പറയാനായിട്ടുള്ള ഒരു ആരോഗ്യം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വിമർശിക്കുന്നതിനകത്ത് ഒരു ന്യായമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിന് ഇത്രയും പൈസയില്ല, ബില്ലിനകത്ത് കൈ പൊത്തിപ്പിടിച്ച്, പിന്നെ ഇത് പേരെഡിറ്റ് ചെയ്ത് കയറ്റി, എൻ്റെ ആവശ്യം എന്ത്, തലയ്ക്ക് വല്ല അസുഖമുണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കാണിക്കണ്ടേ? അങ്ങനെ ഇവർക്ക് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് നേടാനാണ്? അതൊരു ചോദ്യമില്ല ഇതിനകത്ത്. എല്ലാം ഇവർ കാണിക്കുന്ന ഞങ്ങൾക്ക് തെറ്റ അപരാധം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഈ ഒരു മെഡിസിൻ എന്താണെന്ന് നിങ്ങൾ അത്യാവശ്യം ആരെങ്കിലും പോയി ഗൂഗിളിൽ നോക്കിയോ, അല്ലെങ്കിൽ അറിയാവുന്ന നല്ല രീതിയിൽ നല്ല പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഈ ഒരു മെഡിസിനെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി അവർ പറഞ്ഞു തരും. ഇത് ഭയങ്കര ഓവറാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ഇത് നിങ്ങളുടെയൊക്കെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് ഇവരുടെ ക്യാൻസർ അസുഖമാണെന്ന് അറിഞ്ഞതിന് പിന്നെ ഞാൻ ഒരിക്കലും ചെന്ന് കുറ്റം പറയാനോ ഇവരുടെ കാര്യങ്ങൾ ഞാൻ പിന്നെ എന്ത് പറഞ്ഞു, ഇവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാനോ നിന്നിട്ടില്ല. കാര്യം നമ്മളൊക്കെ പറയുന്നതിൻ്റെ മാക്സിമം രേണുവിനെ പറ്റിയിട്ട് ഓൾറെഡി പറഞ്ഞതാണ്. രേണു കാണിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന എല്ലാ കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഇഞ്ചക്ഷനാണ്, കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ കൈ പിടിച്ചപ്പോഴത്തേക്ക് കുറച്ച് ഭാഗം അതിനകത്ത് ബ്ലറായി പോയിട്ടുണ്ട്. അതവർ ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബില്ലെടുത്ത് വെച്ച് കാണിക്കുന്ന പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്.
അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2,00,000 സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്ന കേട്ടു ഈ ഇഞ്ചക്ഷൻ 5,000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5,000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അങ്ങനെ കിട്ടുന്നെങ്കിൽ ആരെങ്കിലും അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു കോൺടാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം വരുന്നതിനെ. കാര്യം ചുമ്മാതെ കഥ അറിയാതെ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായി? ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. 5,000 രൂപയ്ക്ക് കിട്ടും, 10,000 രൂപയ്ക്ക് കിട്ടും, 2,00,000 രൂപ എന്ന് പറയുന്നത് കള്ളത്തരമാണ്. ഇവർക്ക് ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് നേടാനാണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ, രേണു പബ്ലിക്കിൽ വന്നിട്ട് കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഐ മീൻ എന്താ പറയണ്ടേ, എന്നെ സഹായിക്കണം, എനിക്ക് പൈസ ഇട്ട് തരണം, എൻ്റെ അക്കൗണ്ട് നമ്പർ ഇതാണെന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരും. പക്ഷേ രേണു ഇവിടെ വന്നപ്പോൾ ഒരു മനുഷ്യരോടെയും പൈസ ചോദിക്കുന്നില്ല, ഒരിടത്തും ചോദിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അതാണ് ഈ ഒരു വിഷയത്തിൽ എന്നെ വണ്ടടിപ്പിച്ചത്. പക്ഷേ പണ്ടത്തെ സമയത്ത് രേണു എല്ലാവരുടെയും മുന്നിൽ തൊഴുതുകൊണ്ട് പൈസ ചോദിച്ചിട്ടുണ്ട്. അതായത് കൊല്ലം സുധി എന്ന് പറയുന്നൊരു മനുഷ്യൻ മരിച്ചു പോകുന്ന സമയത്ത് രേണു വീഡിയോ ചെയ്തിട്ടുണ്ട്. രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് വാടക കൊടുക്കാനായിട്ട് പൈസ ഇല്ല, എന്നെ എല്ലാവരും സഹായിക്കണം എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു അതിനെക്കാട്ടിയും വളരെ മോശം ഒരു അവസ്ഥയിൽ ഇപ്പോൾ കിടന്നിട്ട് പോലും പുള്ളിക്കാരത്തി ഒരു മനുഷ്യരുടെ കയ്യിൽ നിന്ന് 5 പൈസ മേടിക്കുന്നില്ല. അത് വലിയൊരു കാര്യമല്ലേ? ഇതിപ്പോൾ നമ്മളാരും കൊടുത്തില്ലെങ്കിൽ പോലും ഈ അനാവശ്യമായിട്ട് വന്നിരുന്നിട്ട് പിന്നെയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയൊന്നുമല്ല. ഈ ഒരു ഇഞ്ചക്ഷൻ 5,000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവൾക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല ടൈപ്പാണ്. ഇപ്പം HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആൻറ്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവർക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവായ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ്. നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ. ഇതിൻ്റെ വില അതേണ്ട നിങ്ങൾ കണ്ടോ? ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത് ടാർഗറ്റഡ് തെറാപ്പിക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആൻറ്റിബോഡി ഇഞ്ചക്ഷനാണിത്. ഇതിൻ്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ പറഞ്ഞ മെഡിസിനാണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചി. ഇത് ശരിക്കും എന്താണെന്നറിയോ, കുറേ ആൾക്കാർ ഈ വോയിസും കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുക. അയ്യോ എനിക്കും ക്യാൻസർ ഉള്ളതാ, ഞാൻ ഇങ്ങനൊന്നും അല്ല, ഇങ്ങനെയാണെന്ന്. എല്ലാ ക്യാൻസേഴ്സും ഒരേപോലെ അല്ല, ഓരോ ബോഡിയിലും ഓരോ രീതിയിലാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ, അതായത് പല ആൾക്കാരുടെയും വോയിസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് പല ആൾക്കാർക്കും പേഴ്സണലി, അതായത് ഞങ്ങൾ ക്യാൻസർ സർവൈവർ ആണെന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും പേഴ്സണലി വോയിസ് ഇട്ട് കൊടുക്കും. ഈ പല യൂട്യൂബേഴ്സിനും അയച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അവരതെടുത്ത് വെളിയിലിടും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വോയിസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മേ ബി സത്യമായിരിക്കും. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ശരീരത്തും പല രീതിയിലാണ് ഈ ഒരു അസുഖം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യം അറിയാതെ നമ്മളൊരാളെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടും എടുത്തിട്ടും എന്ത് കിട്ടാനാണ്? രേണുവിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ രേണുവിൻ്റെ ചുറ്റും നിൽക്കുന്ന ആരോടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ക്ലാരിറ്റി കിട്ടും. രേണുവിൻ്റെ അസുഖത്തെ പറ്റിയിട്ടും രേണുവിൻ്റെ മെഡിസിനെ പറ്റിയിട്ടുമല്ല. ഞാൻ വ്യക്തമായിട്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ ഇവരെ എടുത്തിട്ട് വലിച്ചു കീറാനും അതിനെ എടുത്ത് വെച്ച് വിമർശിക്കുന്നതും
അത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ല. ഇത്രയും മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഇനി ഈ അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ബിയോണ്ട് ദി സീൻ ബൈ അക്കു അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ആ ചാനൽ നെയിം. പുള്ളിക്കാരൻ ഇന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പല യൂട്യൂബേഴ്സിനെയും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് പേര് പറയുന്നില്ല, പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ഒരു യൂട്യൂബറാണ് ഇല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ജീവിതത്തിൽ കയറി ഇടപെടാനായിട്ടുള്ള ഒരു അധികാരവും നമുക്ക് ആരും തന്നിട്ടില്ല. അതെ, നമുക്കാർക്കും ഒരു അധികാരവും തന്നിട്ടില്ല. ഇതിപ്പോൾ യൂട്യൂബർ എന്ന് പറയുന്നൊരു സാധനം മാത്രമല്ല, വേറെ ആരായി കഴിഞ്ഞാലും പലർക്കും പല പേഴ്സണൽ ലൈഫ് ഉണ്ടാവും. ആ ലൈഫിനകത്തോട്ട് കയറിയിട്ട് അതിനകത്ത് കുറ്റങ്ങൾ കണ്ടെത്തി അതെടുത്ത് വെച്ചിട്ട് പബ്ലിക്കാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാനായിട്ട് വേറെ ആർക്കും യാതൊരുവിധ അവകാശവും ഇല്ല. ഇവിടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, ബിഷപ്പ് ഓൾറെഡി അവർക്ക് വസ്തു എഴുതി കൊടുത്തു. പിന്നെയും അവരുടെ ഫാമിലിയെ ചുറ്റിപ്പറ്റി എന്തിനാണ് ഈ ബിഷപ്പ് നിൽക്കുന്നത്? ബിഷപ്പ് എന്തിനാണ് ആ കിച്ചു എന്ന് പറയുന്ന പയ്യനെ ഇതിനകത്തോട്ട് വലിച്ചിട്ടത്? ബിഷപ്പ് ചെയ്തത് ശരിയുള്ള പരിപാടിയാണോ? എന്താ നിനക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനില്ലേ? പിന്നെ ചില ആൾക്കാർ അതൊരു കണ്ടന്റ് ആക്കി, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ മണിക്കൂറിനകം ഓരോരോ വീഡിയോ 5-6 മിനിറ്റ് അങ്ങനെ. നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്താൽ പോരെ, ഒരു ഡ്യൂറേഷൻ വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് ചെയ്താൽ പോരെ. എല്ലാം ഓരോ മണിക്കൂറിൽ ഓരോരോ വീഡിയോ ഇടുന്നു, അവരെ കുറ്റം പറയുന്നു, കിച്ചുനെ കുറ്റം പറയുന്നു, സുധീനെ കുറ്റം പറയുന്നു, അച്ഛനെ കുറ്റം പറയുന്നു. എന്തോ ആവശ്യമാണ്? ഞാൻ അവിടെ പോയി കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലാതെ ഞാൻ ചുമ്മാതല്ല പറയുന്നത്. എന്റെ ചാനലിൽ കൂടെ ആയിരുന്നു അച്ഛന്റെ ആ ഇന്റർവ്യൂ പുറത്തു വന്നത്. കാരണം ഞാൻ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ അച്ഛനുമായിട്ട് സഹകരണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടും, അത് വലിയ പാടൊന്നുമില്ല. കാര്യം നാഴിക 40 തൊട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അച്ഛൻ. രേണുവിൻ്റെ ഓരോ വീഡിയോ വരുമ്പോഴും ഷെയർ ചെയ്ത് തരികയും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും രേണുവിനെ അഗെയിൻസ്റ്റായിട്ട് വീഡിയോ ഇടുമ്പോഴും ഞങ്ങളുടെ ആദ്യത്തെ കമൻറ്റിൽ ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി. മനസ്സിലായോ? അപ്പം അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നതും അച്ഛൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും ഈ പറയുന്ന വ്യക്തി, നിങ്ങൾ പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം നമ്മുടെയൊക്കെ പ്രൊഫൈലൊന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പണ്ട് തൊട്ടേ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കണ്ടാൽ വളരെ ഉപകാരമായിരുന്നിരിക്കും. സങ്കടത്തോടായിരുന്നു ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. അച്ഛന്റെ BP കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ഔട്ട് ആയിട്ടുണ്ട്. അച്ഛൻ എടുക്കുന്ന ടാബ്ലറ്റ്സിന് ഇപ്പൊ ഒരു കണക്കില്ല. കാരണം എങ്ങനെ? കംപ്ലീറ്റ് സൈബർ അറ്റാക്ക് അല്ലേ, എല്ലാ രീതിയിലും സൈബർ അറ്റാക്ക്. അതൊരു ബിഷപ്പാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബിഷപ്പാണ്, അതാണ് ഇവിടെ എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാ ബിഷപ്പുമാരും ഇങ്ങനെയാണോ? എല്ലാ പുരോഹിതന്മാരും വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ ഓരോ ഇൻ്റർവ്യൂവും കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറേ പ്രശ്നങ്ങളും പറഞ്ഞ് ഇങ്ങനെയാണോ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ അച്ഛനെ അറിയാവുന്നതാണ്. ഞങ്ങൾ കുറേ നാളുകൾക്ക് മുന്നേ ഈ അച്ഛനെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതുമാണ്. അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വലിയ മനസ്സിന് ഉടമയെ ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യം രേണുവിൻ്റെ ഫാമിലിയും ഈ അച്ഛനെ തള്ളി പറയുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു. നിങ്ങൾ വേറെ ഏത് മതമെങ്കിലും ആയിക്കോട്ടെ, എനിക്കതറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ മതക്കാരും ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോവും, ഞാൻ പള്ളിയിൽ പോവും, ഞാൻ എല്ലായിടത്തും പോവും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അച്ഛൻ ഒരു രീതിയിലും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് അയക്കാനുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അയച്ചിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചതാ, ഞാൻ അതിനുള്ള ആൻസർ എല്ലാം ഞാൻ തരാം. എന്തിന്? അതിൻ്റെ ആവശ്യം എന്തോ? ജനങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസിൻ്റെയും കാര്യമില്ല. പണ്ട് കിച്ചു അടിപൊളിയാണ്, രേണു കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പം നേരെ തിരിച്ചു വന്നു. ഇപ്പോൾ രേണുവിൻ്റെ അസുഖം കാരണങ്ങളും വെച്ചിട്ട് തന്നെയാണ് അത് മാറിയത്. അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നതൊന്നുമില്ല അച്ഛനെ. കാര്യം അവർക്ക് സുഖമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ അവിടെ ചെല്ലുക, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ പിന്നെ എന്തിനാ ആ ഒരു ചെറുക്കനെ കൂടെ പബ്ലിക്കിനെ മുന്നിട്ട് കൊടുക്കുന്നത്, അവനെ കുറ്റം പറയാനായിട്ട് പോകുന്നത്? അത് ശരിയുള്ള ഒരു ഏർപ്പാടാണോ? കഴിവതും മിണ്ടാതിരിക്കുക, അത്രയേ ഉള്ളൂ. കാര്യം നിങ്ങൾ ഒരു പുരോഹിതനാണ്, നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്, മനസ്സിലായോ? അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അച്ഛൻ ഇപ്പൊ ഇന്റർവ്യൂ ഇനി കൊടുക്കുന്നില്ലെന്നാണ് എല്ലാവരോടും പറഞ്ഞേക്കുന്നത്. അച്ഛൻ ഇത് പണ്ടേ പറഞ്ഞതാണ്, ഞാൻ ഇനി ആർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല. എന്തിന്? ആ ഇന്റർവ്യൂ എടുക്കാൻ വന്ന മഴവിൽ കേരള എന്ന് പറയുന്ന ആ ചാനലിനെതിരെ വക്കീൽ നോട്ടീസ് വരെ അയച്ചതാ അച്ഛൻ. അച്ഛനെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ട്. എന്തായാലും കരുതിയിരുന്നു. എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. കാരണം എന്തായാലും പുള്ളിക്കാരൻ ഒരു മനുഷ്യനല്ലേ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം.
ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരോടും സപ്പോർട്ട് ചെയ്തിട്ടല്ല. അച്ഛൻ ചെയ്തത് ശരിയാണോ അച്ഛൻ ചെയ്തത് തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. കിച്ചുവിനെ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് അച്ഛനുള്ള എല്ലാ അധികാരത്തോടാണ് അച്ഛൻ അത് പറഞ്ഞേക്കുന്നത്. അല്ലാതെ കിച്ചുവിനെ കൊല്ലുവോ ഇല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതിന്റെ തെളിവെല്ലാം അച്ഛൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അച്ഛൻ അത് ഒരിക്കലും പുറത്തു വിട്ടിട്ടില്ല. കാരണം പുള്ളിക്കാരനറിയാം എന്തെങ്കിലും കിച്ചുവും ശരിയാവും. പിന്നെ അച്ഛൻ എന്താണ് അങ്ങനത്തെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണത് ഭീഷണിപ്പെടുത്തുക. മനസ്സിലായോ? ഇന്ന തെളിവുകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞാൻ എടുത്തു വെച്ച് വെളിയിലിടും, പുറത്ത് വിടും എന്നും പറഞ്ഞിട്ട്. അത്ര ശരിയുള്ള ഒരു ഏർപ്പാടാണോ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ നമ്മൾ വിമർശിക്കും. ഇതിനകത്ത് വേറെ ആരൊന്നുമില്ല. അച്ഛൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നാളെ ഇനിയിപ്പം ഇത് രാഹുൽ ദാസ് തെറ്റ് കാണിച്ചു എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവനും തെറ്റ് ചെയ്ത്, അല്ലാതെ അവനെ ഒരിക്കലും പുണ്യാത്മാവാക്കാനൊന്നും ശ്രമിക്കത്തൊന്നുമില്ല. പക്ഷെ അച്ഛൻ്റെ ഈ ഒരു സ്വഭാവം ശരിയുള്ളൊരു കാര്യമൊന്നുമല്ല. അച്ഛൻ എന്തു പറയട്ടെ, കണ്ടിന്യൂസ്ലി ഈ പറയുന്ന ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നത് നിർത്തുക. ബെറ്റർ ഈ ഒരു കേസിനകത്ത്, ഈ ഒരു ലൂപ്പിനകത്ത് നിന്ന് അച്ഛൻ മാറുക. അച്ഛൻ വീണ്ടും ഇതിനകത്ത് കിടക്കും തോറും പിന്നെയും ഈ ഒരു വിഷയം മുന്നോട്ട് പോകത്തേ ഉള്ളൂ. എന്തായാലും ഇതേക്കുള്ളൊന്നും എനിക്ക് പറയാനില്ല. പറയേണ്ടതല്ല. ഞാൻ ഓൾറെഡി 2 ദിവസം മുന്നേ അച്ഛനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.